മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ഇപ്പോൾ ഞാൻ ഉരുവിട്ടത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ രണ്ടാമത്തെ സ്റ്റാൻസയാണ് കേട്ടോ. അതായത് നമ ശിവായ. അതില് നമ്മൾ പറഞ്ഞു നാഗേന്ദ്രഹാരായ എന്ന് തുടങ്ങുന്ന സ്റ്റാൻസ്. ഇത് അത് മന്ദാകിനിസലില്. അങ്ങനെയാണ് ആ ഒരു സ്റ്റാൻസ തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എങ്ങനെയാകുന്നു? ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് സംഹാര രുദ്രനാണ് അല്ലെ. അതായത് ഒരു ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരു ജന്മത്തിന്റെ അവസാനം വരുന്നത് ഭഗവാൻ മഹാദേവന്റെ അടുത്താണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഭൂത പ്രേത പിശാചുകളെയും നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയൊരു കപ്പാസിറ്റി ഉള്ളത് ഭഗവാൻ മഹാദേവന് മാത്രമാണ്. കാരണം ഈ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിച്ചു പോകുന്ന സമയത്താണല്ലോ അത് ഓരോ ഭൂതവും പ്രേതവും ഒക്കെ ആകുന്നത്. അല്ലെങ്കിൽ ഒരു നല്ലൊരു ശാന്തിയേറിയ ഒരു ആത്മാവാവുന്നതൊക്കെ ഓരോ ഈ ഒരു ശരീരം വിട്ട് വേർതിരിച്ച് പോകുന്ന സമയത്താണല്ലോ. അപ്പൊ അതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ദേവനാണ് ഭഗവാൻ പരമശിവൻ. നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ. ഇവരുടെയൊക്കെ നാഥനാവുമ്പോഴും പ്രഥമമായി നാഥനാവുന്നത് ആരുടെയാണ്? ഏറ്റവും വലിയ പ്രഥമ ഭക്തനായ ഭഗവാന്റെ പ്രഥമ ഭക്തനായ നന്ദിയുടെയാണ്. നന്ദിദേവന്റെ നാഥനാവുകയാണ് ആദ്യം മഹാദേവൻ. മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ. മന്ദാരം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പുഷ്പമാണ്. മന്ദാരവും അതുമാത്രമല്ല അതിലും പ്രഗത്ഭമായ പുഷ്പങ്ങൾ കൊണ്ട് പൂജനീയനാകുന്ന ഭഗവാൻ പരമശിവ അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവ. ശിവപഞ്ചാക്ഷരിയിലെ മാ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്ന ഭഗവാൻ മഹാദേവനെ ഞാൻ എന്നും ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ എൻ്റെ ഭക്തി ഞാൻ എന്നും സമർപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു സ്റ്റാൻസയുടെ അർത്ഥം എന്ന് പറയുന്നത്.